ഹായ്, പുതിയടിയിലേക്ക് സ്വാഗതം. ഈ വീഡിയോ ഹയർച്ചിനെ കുറിച്ച് തന്നെയാണ്. അപ്പോൾ നമ്മുടെ ലൈവ് ഇന്നലെ രാത്രി ഞാൻ ലൈവ് ചെയ്തപ്പോൾ പറഞ്ഞ കാര്യം തന്നെ വീണ്ടും ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സെഷൻ സെഷൻ ഈ ഒരു സെഷൻ എന്ന് പറയുന്നത്. അവനിപ്പോൾ സെഷനൊന്നും ചെയ്യല്ലേ എന്ന് എനിക്കറിയില്ല, അന്വേഷിക്കാറില്ല. അപ്പോൾ ഈ സെഷനിൽ നമ്മൾ പ്രത്യേകമായിട്ട് പറയുന്നത് ഇന്നലെ നടന്ന അതിഗംഭീരമായിട്ടുള്ള സൂം മീറ്റിങ്ങിനെ കുറിച്ചാണ്. സൂം മീറ്റിങ്ങിൽ 2-3 പഴഞ്ചൊല്ലുകളും കഥകളും ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബാക്കി കാര്യങ്ങളൊന്നുമില്ല. ബാക്കിയെല്ലാം പറഞ്ഞു തന്നെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എത്ര കാലമായി, 10-8 മാസമായി കരഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇത് തന്നെ കരഞ്ഞു. എന്നാലും വീട്ടിലേക്ക് ഒരു കരച്ചിൽ നിർത്തിക്കൂടിയെന്നാണ്. അപ്പോൾ പറയാനുള്ളത്, പുതിയൊരു പഴഞ്ചൊല്ല് നമ്മുടെ ജാർഖണ്ഡ് MDയുടെ വക, ജാർഖണ്ഡിലെ ഒരു വലിയ കമ്പനിയുടെ MDയുടെ വക ഒരു പുതിയ പഴഞ്ചൊല്ല് കണ്ടുപിടിച്ചിട്ടുണ്ട്. ആ പഴഞ്ചൊല്ല് ഇങ്ങനെയാണ്. നമ്മളൊക്കെ പണ്ട് പഴമക്കാർ പറഞ്ഞുകൊണ്ടിരുന്നത് പൂച്ച വെട്ടാൽ പൂച്ചക്ക് എന്നാണ്. എന്നാൽ ജാർഖണ്ഡ് MD പറയുന്നത് പറ്റിച്ചുണ്ടാക്കിയാൽ ഈടിക്കുക എന്നാണ്. പറ്റിച്ചുണ്ടാക്കിയത് വെച്ചും ഈടി കൊണ്ടുപോകും എന്നുള്ള കാര്യങ്ങളാണ് അപ്പോൾ ജാർഖണ്ഡ് MD പറയുന്നത്. അപ്പോൾ ഇത് ഒന്നാമത്തെ കാര്യം. അത് അദ്ദേഹത്തിൻ്റെ അനുഭവത്തിൽ നിന്ന് പറയുന്നതാണ്. അദ്ദേഹത്തിൻ്റെ മാത്രമല്ല, ഒരുപാട് ആൾക്കാരുടെ അനുഭവത്തിൽ നിന്ന് പറയുകയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ വേറൊരു കാര്യം എന്ന് പറയുന്നത് ഒരു പെറ്റമ്മയുടെയും പോറ്റമ്മയുടെയും കഥയാണ്. അപ്പോൾ പെറ്റമ്മയും പോറ്റമ്മയും ലാസ്റ്റ് ഒരു കുട്ടിക്ക് വേണ്ടിയിട്ട് ഉള്ള അവകാശവാദത്തിൽ അവസാനം എടുത്ത തീരുമാനത്തെക്കുറിച്ചുള്ള ഒരു കഥയാണ്. അത് നമ്മൾ ചെറുപ്പത്തിലേ കേട്ടതാണ്, ഒരു കഥയാണ്. പെറ്റമ്മയും പോറ്റമ്മയും ഒരു രണ്ടാക്കും കുട്ടി ഉണ്ടായി. ഒരു കുട്ടി മരണപ്പെട്ടു. അപ്പോൾ മറ്റേ കുട്ടിക്ക് വേണ്ടിയിട്ട് അവകാശവാദം, രണ്ടാളും പറയുന്നത് ഇത് എൻ്റെ കുട്ടിയാണെന്ന്. എന്നിട്ട് അവസാനം രാജാവ് പറഞ്ഞു, എന്നാൽ പിന്നെ എനിക്ക് പകുതി 2 കുട്ടീനെയും പകുതിയായിട്ട് 2ആളും എടുത്തു എന്ന് പറഞ്ഞു. അപ്പോൾ പെറ്റമ്മ പറഞ്ഞു, വേണ്ട, എനിക്ക് വേണ്ട, ഓക്ക് കൊടുത്തേക്ക് എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഒരു പെറ്റമ്മയുടെ സ്നേഹം കാണിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു കഥയാണ് ജാർഖണ്ഡ് MD സാറ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ച് നമ്മളിതിങ്ങനെ നോക്കുമ്പോൾ ഈ പെറ്റമ്മയും പോറ്റമ്മയും ഇതൊന്നും നമുക്ക് ഹൈറിച്ചുമായിട്ട് യാതൊരു ബന്ധമില്ല. അതല്ലേ, ഈ ഹൈറിച്ചിൽ കുട്ടികളെ കൊടുക്കുന്ന പരിപാടിയൊന്നുമില്ല. കുട്ടികളെ വഴിയാധാരമാക്കിയിട്ടുണ്ട്, ഭാര്യമാരെ അടിച്ചുകൊണ്ട് പോയിട്ടുണ്ട്, അങ്ങനെയുള്ള കുറേ കഥകളൊക്കെ ഉണ്ട്. കുടുംബം കൊഞ്ഞാട്ടിയാക്കിയിട്ടുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇതിൽ പെറ്റമ്മയും പോറ്റമ്മയും നമ്മളെ ആ കഥയൊന്നും നമുക്ക് കേട്ടില്ല. അപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്, ഇതെങ്ങനെ നമുക്ക് ഈ ഹൈറിച്ചുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ കണ്ടുകെട്ടിയ പണം കള്ളപ്പണമാണോ അല്ലെ അധ്വാനിച്ചുണ്ടാക്കിയ പണമാണോ എന്നുള്ള ചോദ്യം അവസാനം കോടതിയുടെ മുമ്പാകെ വരികയും, അപ്പോൾ ഇവർ തമ്മിലിങ്ങനെ ഘോരം വാദിച്ച് പിന്നെ ഇത് കള്ളപ്പണമല്ല, ഇത് അധ്വാനിച്ചുണ്ടാക്കിയ പണമാണ്, ചില ആൾക്കാർ പറഞ്ഞ് ഇത് കള്ളപ്പണമാണ് എന്നൊക്കെ പറഞ്ഞു. അവസാനം കോടതിയുടെ മുമ്പിൽ ഇതെന്തും പറയാൻ പറ്റുമല്ലോ, രണ്ടും ഒരേപോലെ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ പണമാണ്, എല്ലാം തന്നെ ബാങ്ക് വഴിയൊക്കെ വന്ന പണമാണ്. ഇപ്പോൾ ചില മണ്ടന്മാർ ഇപ്പോഴും വിചാരിക്കുന്നത് ബാങ്ക് വഴി ഉണ്ട് കഴിഞ്ഞാൽ കള്ളപ്പണം ഉണ്ടാവില്ല, കള്ളപ്പണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറുത്ത പണമാണ് എന്നൊക്കെയാണ് ഇപ്പോഴും വിചാരിക്കുന്നത്. അനധികൃതമായിട്ട് ഉണ്ടാക്കിയ പണമാണെങ്കിലും അത് വെളുപ്പിക്കാൻ വേണ്ടിയിട്ട് ബാങ്ക് ത്രൂ ഇട്ട് കഴിഞ്ഞാൽ അത് കള്ളപ്പണം തന്നെയാണ്, അല്ലേ? നിങ്ങൾ 50,000-ന് മേലെ നമുക്ക് ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ അതിനെന്തിനാണ് പാൻ കാർഡ് നമ്പർ ഒക്കെ ഇടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ കണക്കിൽ വരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അങ്ങനെ കണക്കിൽ വരുമ്പോൾ അവസാനം വലിയ തുക വരുമ്പോൾ ഇൻകം ടാക്സുകാർ ചോദിക്കും, ഇങ്ങനെയാ മോനെ ഇത് ഉണ്ടായത് എന്ന് ചോദിക്കും. അപ്പോൾ അതിന് രേഖ കാണിച്ചു കൊടുക്കേണ്ടി വരും കേട്ടാ. അപ്പോൾ ഇങ്ങനെ ഒരു സംഭവം വന്നപ്പോൾ അവസാനം കോടതി പറഞ്ഞു, ഇത് 2ആൾക്കും തരാൻ ഇപ്പം പ്രത്യേകം നിങ്ങൾ പറയുന്ന കേട്ടിട്ട് നമുക്ക് തരാൻ പറ്റില്ല, പക്ഷേങ്കിൽ FIR ഇട്ടിട്ട് വന്നു കഴിഞ്ഞാൽ നീക്ക് പണം തരാമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ കള്ളപ്പണക്കാരെ പിൻവാങ്ങി. അപ്പോൾ അധ്വാനിച്ചുണ്ടാക്കിയ ആൾക്കാരൊക്കെ FIR ഇട്ടു. അപ്പോൾ അവർക്ക് പൈസ കൊടുക്കാൻ വേണ്ടിയിട്ട് കോടതിയുടെ തീരുമാനം ഉണ്ടായി. അങ്ങനെയുള്ള കഥയാണ് നമ്മുടെ പിജി സാർ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. അല്ലാണ്ട് പെറ്റമ്മയും പോറ്റമ്മയും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പിജി കാർഡ് എന്താണ്, പെറ്റ തള്ളിയാണോ, അന്നമ്മയാണ് കുഞ്ഞമ്മയാണെന്നൊക്കെ പറഞ്ഞു. പെറ്റ തള്ളിയൊന്നുമല്ല ഇത്. അപ്പോൾ ഇതായാലും 2 കഥകൾ നല്ല ഇഷ്ടപ്പെട്ടില്ലേ നിങ്ങൾക്ക്? ഇങ്ങനെ ഈ പാനിക്കായിരിക്കുന്ന സമയത്ത് ഇങ്ങനെയുള്ള കഥകളൊക്കെ
പറയുന്നത് നല്ലതായിരിക്കും. ഈ പാനിക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട്. അദ്ദേഹം എത്ര പാനിക്കാണ്. അദ്ദേഹത്തിന് ഇപ്പം കൈക്ക് തേച്ചും കെട്ടാണെന്ന് പറയാം. കൈക്ക് തേച്ചും രക്ഷാകെട്ടുകൾ കെട്ടി നടക്കുകയാണ്. എന്നാലൊന്നും രക്ഷയുണ്ടാവില്ല എൻ്റെ MD സാറേ. പറ്റിച്ചുണ്ടാക്കിയ പണം ED കൊണ്ടുപോവുക തന്നെ ചെയ്യും. അത് മനസ്സിലാക്കുക. അതിന് നിങ്ങൾ പ്രായിട്ടോ ഭീഷണിപ്പെടുത്തിയിട്ടോ ഒന്നും ഒരു കാര്യമില്ല. കരഞ്ഞിട്ടോ നിരന്തരം അന്നമ്മയാണ്, കുഞ്ഞമ്മയാണ്, മറ്റമ്മയാണ് എന്നൊക്കെ പെറ്റമ്മയാണ്, പോറ്റമ്മയാണെന്ന് പറഞ്ഞിട്ടൊന്നും യാതൊരു കാര്യമില്ല. നിങ്ങൾ തന്നെ പറയുന്നുണ്ട് ഇതുവരെ ഇല്ലാത്ത പണം, നമുക്ക് സ്വപ്നം കാണാത്ത പണം ഒക്കെ നമുക്ക് ഹൈറിച്ചിലൂടെ കിട്ടി എന്നുള്ളത്. എങ്ങനെയാണ് അതിൻ്റെ എങ്ങനെയാണ് പണം കിട്ടിയിരിക്കുന്നത്? മണി ചെയിൻ എന്നതാണ് അതിൻ്റെ ഉത്തരം. നിങ്ങൾക്കറിയില്ല അല്ലേ? 4 അക്ഷരമാണ് മണി ചെയിൻ. 4 അക്ഷരം ചേർത്തിട്ടാണ്. പോൺസി സ്കീമാണ്. താഴെ ചേർത്തവരുടെ പണം എടുത്തിട്ടാണ് നീയൊക്കെ കെട്ടിപ്പൊക്കിയത് 2 കോടിയുടെയും 3 കോടിയുടെയും ബംഗ്ലാവ്. 10-30 കൊല്ലമായിട്ട് ഇതുപോലെയുള്ള MLM ചെയ്തിട്ട് നിനക്കൊന്നും 5 പൈസ ലാഭം ഉണ്ടാക്കാൻ പറ്റാത്തപ്പോൾ ഇതുപോലെയുള്ള ഒരു മണി ചെയിൻ ഒരുപാട് ആൾക്കാരെ പറ്റിച്ചത് കൊണ്ടാണ്, 37,000 ആൾക്കാരെ പറ്റിച്ചത് കൊണ്ടാണ് നിങ്ങൾക്കൊക്കെ കുറച്ചു കാലം 1-2 കൊല്ലം ഇങ്ങനെ വിലസാൻ പറ്റിയത് എന്ന് ഓർക്കുന്നത് നന്നായിരിക്കും. അപ്പോൾ എന്തായാലും EDയുടെ പുതിയ തീരുമാനം കൊൽക്കത്ത PMLA കോർട്ടിൻ്റെ അതേ പാതയിലെ കൊച്ചിയിലെ PMLA കോർട്ടും നടപടികൾ എടുക്കാൻ പോവുകയാണ് എന്നുള്ള കാര്യമാണ് ബുദ്ധി മരവിച്ചു പോയ, ബുദ്ധി പണയം വെച്ച ഹൈറിച്ചോളികളോട് പറയാനുള്ളത്. നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും, ഈ വീഡിയോയെ തള്ളിപ്പറഞ്ഞാലും ഇല്ലെങ്കിലും അത് നടപ്പിലാകാൻ പോവുകയാണ്. കൂടുതലൊന്നും പറയാനില്ല. ഇനി ഇതിനെയും നിങ്ങൾ പലതും പറഞ്ഞ് നിരന്തരം വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ യാതൊരു കാര്യമില്ല. എനിക്ക് വീഡിയോ ഇടുന്നതിലൊന്നും ഒരു പ്രയാസവുമില്ല. ഒരു വീഡിയോക്ക് 3 വീഡിയോ വീതം ഞാനിടും. എനിക്കെതിരെ ഒരു വീഡിയോ വന്നു കഴിഞ്ഞാൽ 3 വീഡിയോ 1, 2, 3 എന്ന് പറഞ്ഞിട്ട് ഞാനിടും. അപ്പോൾ ഇന്ന് നമ്മുടെ മെൽബിൻ്റെ ഒരു വീഡിയോ ഉണ്ട്, അതിനെയും ഒരു 3 വീഡിയോ ഞാൻ ഇതിടുന്നുണ്ട്. അപ്പോൾ ഇന്നലത്തെ സൂം മീറ്റിങ്ങിൻ്റെ പകരമുള്ള ഒരു വീഡിയോ ആണിത്. അപ്പോൾ അതിന് എതിരായിട്ട് അവൻ്റെ വീഡിയോ ഞാൻ കണ്ടിട്ടില്ല. ആ വീഡിയോ കണ്ടതിന് ശേഷം ഒരു 3 വീഡിയോ ഞാൻ ഇടുന്നതായിരിക്കും. അപ്പോൾ അത്രമാത്രമേ പറയാനുള്ളൂ. ഭീഷണിപ്പെടുത്തിയോ അല്ലെങ്കിൽ കള്ള പരാതി നൽകിയോ, പരാതിൻ്റെ കാര്യമൊന്നും പറയാണ്ടിരിക്കുന്ന ഞാൻ, കള്ള പരാതി നൽകിയോ ആൾക്കാരെ കാണിച്ചോ ചീത്ത വിളിച്ചോ സൈലൻ്റ് ആക്കാൻ നോക്കിയിട്ട് കാര്യമില്ല. നോക്കരുതെന്ന് ഞങ്ങൾക്ക് പറയാൻ പറ്റില്ലല്ലോ. നിങ്ങൾ നോക്കിക്കോ, പക്ഷേങ്കിൽ നോക്കിയിട്ട് കാര്യമില്ല എന്നാണ് പറയാനുള്ളത്. ബൈ.